ഇപ്പോൾ ചേച്ചി പറഞ്ഞു മെഡിറ്റേഷനിലൂടെ ഞാൻ പൂർണ്ണ ആരോഗ്യവതിയാണ് എന്ന്. അതായത് ഡിസ്കിൻ്റെ കംപ്ലൈൻറ്റ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഇല്ല എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെ ഉണ്ടായ ഏതെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. അത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മൾ കഴിഞ്ഞ മാസം നമ്മൾ തിരുവണ്ണാമലയ്ക്ക് പോയി. തിരുവണ്ണാമലയ്ക്ക് പോയിട്ട് അവിടെ ഭഗവാനെ ദർശിച്ച് അതെല്ലാം കഴിഞ്ഞിട്ട് ഗിരിവലയം വെക്കുന്നതിന് മുമ്പിട്ട് നമ്മൾ സ്കന്ധാശ്രമം സ്കന്ധാശ്രമത്തിൽ കയറാനായിട്ട് തുടങ്ങി. അപ്പോൾ ആ കയറാനായിട്ട് തുടങ്ങി. കൂടെ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അനിയത്തി രേഖാജിയുണ്ട്, പിന്നെ ഈ സെയിം നമ്മൾ സിന്ധാ ദീദിയെ കണ്ട ഇത്രയും പേരുണ്ട്, ആൻറ്റിയുണ്ട്, ആൻറ്റിയുടെ മോനുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ കയറുവാണ്. കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ എങ്ങും തന്നെ ഇരുന്നില്ല. ഈ കയറുന്ന ഓരോ വഴിക്കും ഞാൻ ഇരിക്കാനുള്ള ഒരു ഒരു അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല. കാര്യം ഞാൻ സുഖമായിട്ട് ഈ തിരുവണ്ണാമല കയറി. അതിനുപരി എൻ്റെ ഈ ഡിസ്കിന് ഇത്രയും പ്രശ്നമുള്ള ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ നല്ല ആരോഗ്യവതിയാണെന്ന്. അത് പ്രൂവ് ചെയ്യാനാണ് ഞാനിത് പറയുന്നത്. ഞാൻ ആ തിരുവണ്ണാമലയുടെ ആ ഉയരങ്ങളിൽ ഞാൻ എത്തിക്കഴിഞ്ഞ് അതിനുപരി ഞങ്ങളുടെ അമ്മ കൂടെ ഉണ്ടായിരുന്നു. അമ്മയ്ക്ക് കാലിനൊക്കെ നല്ല ബ്ലോക്കുണ്ട്. പക്ഷേ അമ്മ ലേശം ഇരുന്നിട്ട് കയറിയിട്ട് പറഞ്ഞു ഇനി കയറാൻ വയ്യ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, കയറിയാലേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കുകയും എൻ്റെ അനിയത്തിയായ രേഖാജി ഓം നമ ശിവായ ജപിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും അമ്മയുടെ രണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ഞങ്ങൾ കയറുകയാണ്. പക്ഷെ എനിക്ക് വയ്യാത്തതാണ് എന്നൊരു ഫീല് ഈ ഒരു മെഡിറ്റേഷന് ശേഷം എനിക്ക് ഇല്ല. കാര്യം എനിക്ക് നന്നായിട്ട് എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു നേട്ടം എന്ന് പറയുന്നത്. ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തല്ല. അവിടെ ചെന്നിട്ട് ആ ഗുഹയിൽ ചെന്നിട്ട് ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ ഉണ്ടായ സന്തോഷം ഒരിക്കലും ജീവിതത്തിൽ പ്രതീക്ഷിച്ചതല്ല. ഇങ്ങനെ ഇത്രയും ഉയരത്തിൽ ഭഗവാൻ എന്നെ കയറ്റിക്കൊണ്ട് പോകുമെന്നും എന്നെയും എൻ്റെ അമ്മയും ഞങ്ങൾ രണ്ടുപേരും, പിന്നെ എൻ്റെ ആൻറ്റിക്ക് മുട്ട് തേയ്മാനമുണ്ട്. ആൻറ്റിക്ക് മുട്ടുവേദനയുണ്ട്. പക്ഷേ ആ ആൻറ്റിയും ഞങ്ങൾ മൂന്നുപേരുമാണ് ഇതിൽ ഇത്തിരി കുഴപ്പങ്ങളുള്ളവർ. ഇവരെല്ലാവരും കയറി അവിടെ ചെന്നു. ഞങ്ങൾ തിരിച്ച് അതുപോലെ ഇറങ്ങുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിൽ വന്ന് 2 ദിവസം കഴിഞ്ഞാണ് ഞാൻ അമ്മയെ കൊണ്ട് ഡോക്ടറെ അടുത്ത് ചെന്നപ്പോൾ പറയുന്നു കാലിൽ 2 കാലിലും ബ്ലോക്ക് ഉണ്ട്. അത് ഒരു കാലിൽ നല്ല ഒരു 90% ബ്ലോക്കെങ്കിലും ഉണ്ട്, മറ്റതിൽ ഒരു 80% ബ്ലോക്ക് ഉണ്ട്. പക്ഷേ ആ ഒരു ബ്ലോക്കും വെച്ചിട്ടാണ് ഇത്രയും ഉയരങ്ങളിൽ കയറിയത്. അതെല്ലാം ആ ഒരു മെഡിറ്റേഷന്റെ ഒരു പവറാണ്. അതായത് ഗുരുവായൂരപ്പൻ്റെയും മഹാവതാർ ബാബാജിയുടെയും സുന്ദരതയുടെയും ഗ്രേസ് കൊണ്ടൊന്ന് മാത്രമാണ് നമ്മൾ അവിടെ എത്തിപ്പെട്ടത് എന്ന് എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവില്ല. ആ ഒരു നന്ദി ഒരിക്കലും എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു വ്യത്യാസമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങൾ അനുഭവിച്ച സന്തോഷം അത്രയും വലുതാണ്. അത് കഴിഞ്ഞ് ഡോക്ടറെ സമീപിച്ചപ്പോഴാണ് ഇത്രയും ബുദ്ധിമുട്ട് അമ്മയ്ക്കുണ്ടെന്ന് മനസ്സിലാവും. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ ഗുരുവായൂരപ്പ ഞങ്ങളെ ഇങ്ങനെ കയറ്റി. അതെല്ലാം ഈ മെഡിറ്റേഷൻ ഗുരുവായൂരപ്പനാണ് ഞങ്ങളെ ഈ വഴിയിൽ എത്തിച്ചത്. ഗുരുവായൂരപ്പൻ എത്തിച്ചത് കൊണ്ടാണ് ഞങ്ങൾക്ക് മഹാവതാർ ബാബാജിയും സുനിതാ ദീദിയും കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും 1 മാസം മരുന്ന് കഴിച്ചിട്ട് ചിലപ്പോൾ അത് അലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ആൻജിയോഗ്രാം കാലിന് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു അമ്മയ്ക്ക് ആൻജിയോഗ്രാം ചെയ്യേണ്ടി വരില്ല. അമ്മ കറക്റ്റായിട്ട് പക്കയായിട്ട് മെഡിറ്റേഷൻ ചെയ്യും. കറക്റ്റ് 2:30 എന്നൊരു പണിയുണ്ടെങ്കിൽ അമ്മ എണീറ്റിരിക്കും, അമ്മ അത് ചെയ്തിരിക്കും. അതാണ് അമ്മ. അപ്പോൾ ആ അമ്മയ്ക്ക് പറ്റി, എനിക്ക് പറ്റി, എൻ്റെ ആൻറ്റിക്ക് പറ്റി കയറാനായിട്ട് അതൊരു വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. അത് ഇപ്പോൾ ഗുരുവായൂരപ്പൻ്റെയും മഹാവതാർ ബാബാജിയുടെയും സുന്ദാ ദീദിയുടെയും എല്ലാം കൃപ. പിന്നെ എന്നെ ഈ ഒരു വഴിക്ക് എത്തിച്ച എൻ്റെ അനിയത്തിയായ രേഖാജിക്ക് കോടി പ്രണാമം. ഇത്രയേ ഉള്ളൂ എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനായിട്ട്. ഹരേ കൃഷ്ണ. അന്ന് പിന്നെ തിരുവണ്ണാമലയിൽ പോയ നമ്മൾ 5 പേരും മെഡിറ്റേഷൻ ചെയ്യുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ പോയിട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായതുമില്ല. പനി, ജലദോഷം അങ്ങനെയൊന്നും വന്നില്ല. അത് മെഡിറ്റേഷൻ്റെ ഒരു അനുഗ്രഹം തന്നെ ആയിരുന്നില്ലേ? അതെ.
നമ്മൾ 5 പേരും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്. ഈ പോയ 5 പേരും മെഡിറ്റേഷൻ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി ഞങ്ങൾക്ക് ഒരുപാട് ഉണ്ടായിരുന്നു തന്നെ. നമ്മൾ അതുപോലെ നമ്മൾ ആ മല കയറിക്കൊണ്ടിരുന്നപ്പോൾ അമ്മ പാതി വഴിയിൽ കാൽഭാഗം പോലും എത്തിയില്ല. അപ്പോഴത്തേക്ക് അമ്മ ഇങ്ങനെ അവിടെ ഇരുന്ന് പോവുകയാണ്. അപ്പോഴേ ഞാൻ പറഞ്ഞു, എൻ്റെ ഗുരുവായൂരപ്പ, എൻ്റെ ബാബാജി, എൻ്റെ അമ്മയെ കയറ്റണേ എന്ന് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് നടക്കുമ്പോൾ ഒരു കളഭത്തിൻ്റെ മണം വന്നു. ആ കളഭത്തിൻ്റെ മണം വന്നപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ അനിയത്തിയും പറഞ്ഞു, ആ ഒരു കളഭത്തിൻ്റെ മണമല്ല, പക്ഷേ അത് അമ്മയ്ക്കും ആ ഒരു ഗന്ധം കിട്ടി. അപ്പോൾ എനിക്ക് ഭയങ്കരമായ സന്തോഷം തോന്നി. കാര്യം ആ സമയത്ത് അവിടെ ആരുമില്ല, നമ്മൾ ആ സമയത്ത് അവിടെ ആരുമില്ല. ഞങ്ങൾ 3 പേരും മാത്രം, അതായത് ഞാനും അമ്മയും എൻ്റെ അനിയത്തിക്കുട്ടിയും മാത്രമേ ഉള്ളൂ. വേറെ ആരുമില്ല. കുഞ്ഞമ്മയും മോനും ഒക്കെ അങ്ങ് മുമ്പേ പോയി കഴിഞ്ഞു. കാര്യം ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ വേഗം പോയിട്ട് തിരിച്ചിറങ്ങി വാ, അമ്മ ഇവിടെ ഇരിക്കും. അപ്പോൾ എനിക്കും എൻ്റെ അനിയത്തിക്കും കൂടെ മേളിലോട്ട് കയറാമല്ലോ, അമ്മയെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ അവരെ അങ്ങ് മുമ്പ് വിട്ടു. പക്ഷേ നമ്മൾ പ്രതീക്ഷ കൈവിടാതെ ഞങ്ങൾ ഈ മുമ്പോട്ട് പോവാണ്. അപ്പോഴാണ് ഈ ഗന്ധം കിട്ടിയത്. അങ്ങനെ ഗന്ധം ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ ഗുരുവായൂരപ്പ നല്ല കളഭത്തിൻ്റെ മണമല്ലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അമ്മ എന്ത് തന്നെ ആയാലും ഇത് സക്സസ് ആവും. അമ്മ വാ, നമ്മുടെ കൂടെ ഗുരുവായൂരപ്പനുണ്ട്, നമ്മളെ കൂടെ നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുന്നവരാണ്, നമുക്ക് പറ്റും, നമ്മളുടെ കൂടെ മഹാദേവനുണ്ട്, അമ്മ വാ വാ. എന്നിട്ട് ഞാൻ ഉറക്ക നാമം ജപിച്ചു. നാമം ജപിക്കുന്നതിന് ഒരു നാണക്കേടുമില്ല. നമ്മൾ ഉറക്ക നാമം ജപിച്ചു. ഞാൻ ഹരേ കൃഷ്ണ മന്ത്രം ഉറക്ക ജപിച്ചു. അനിയത്തിക്കുട്ടി എന്താണ് ഓം നമ ശിവായ, ഞങ്ങൾ 2 പേരും 2 കയ്യിൽ നിർത്തി ഞങ്ങൾ ഇങ്ങനെ ജപിച്ചുകൊണ്ട് കയറണം. അപ്പം ഞങ്ങളെ ഒരുപാട് പേര് ഞങ്ങൾ കയറുന്ന കണ്ടിട്ട് അവർക്ക് ഭയങ്കര മോട്ടിവേഷനായിരുന്നു. ഇവർക്ക് ഇത്രയും പ്രായമുള്ളവർക്ക് കയറാൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് കയറിക്കൂടാ എന്നുള്ള രീതിയിൽ നിർത്തി വന്നവർ തിരിച്ച് കയറിപ്പോയി. പക്ഷെ ഞങ്ങൾ ഒരുപാട് സമയം എടുത്തിട്ടായാലും ഞങ്ങൾ അവിടം വരെ എത്തി. അപ്പോൾ ഉണ്ടായ ഒരു സന്തോഷം ഭയങ്കര വലുതാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഈ സമൂഹത്തിനോട് പറയാനുള്ളത്, എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് റിലീഫാണ്. അതിനുപരി തന്നെ നമ്മളുടെ എല്ലാ കാർമികമായിട്ടുള്ള ദോഷങ്ങളും പിന്നെ നെഗറ്റീവ്സ് തോട്ട്സ് നെഗറ്റിവിറ്റികൾ എല്ലാം പോകും. പിന്നെ നമ്മുടെ മനസ്സിൽ എപ്പോഴും പോസിറ്റീവ് തോട്ട്സേ വരുള്ളൂ. അതായത് ഒരു നെഗറ്റീവ് തോട്ട്സും വരില്ല. ഈ പോസിറ്റീവ് തോട്ട്സ് വരുന്നത് മാത്രമല്ല, നമ്മൾ എന്താണോ വിചാരിക്കുന്നത് അത് ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനകം അത് നടന്നിരിക്കും. അതൊരു വലിയ അത്ഭുതമാണ്. ഭഗവാനെ, അത് ഞാൻ എങ്ങനെ ആഗ്രഹിച്ചതല്ലേ ഉള്ളൂ, അത് നടന്നു കാണുമ്പോൾ അയ്യോ അത് നടന്നല്ലോ എന്നൊരു ഭയങ്കരമായ സന്തോഷമുണ്ട്. പക്ഷെ അതെല്ലാം ഈ ദിവ്യമായ മെഡിറ്റേഷൻ്റെയും ഗുരുവായൂരപ്പൻ്റെയും ഇതിലെത്തിച്ച എൻ്റെ ഗുരുവായൂരപ്പൻ്റെയും ബാബാജിയുടെയും മാത്രം ഒരു ഗ്രേസ് ആയിട്ടാണ് ഞാൻ കരുതുന്നത്. അവരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിൽ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു രീതിയെ നമ്മളൊരു 3 മാസം മെഡിറ്റേഷൻ ചെയ്തിട്ട് എനിക്ക് 3 മാസം മെഡിറ്റേഷൻ ചെയ്ത ഉടനെ എനിക്ക് ദീദിയെ കാണാൻ പറ്റുകയാണ്. അവിടെ എൻ്റെ അനിയത്തിയും മറ്റേ ആ റിലേറ്റീവായിട്ടുള്ള ആ കുട്ടിയുമാണ് ദീദിക്ക് ഹാരയുടെ നിൽക്കുന്നതും എല്ലാം നിൽക്കാനായിട്ടാണ് എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നത്. പക്ഷെ അതെല്ലാം മാറിക്കൊണ്ട് നമ്മളിലോട്ടാണ് അത് വന്നത്. അതും എന്തോ എല്ലാം ഒരു ദൈവകൃപയെന്നായിട്ടാണ് കരുതുന്നത്. പക്ഷെ ഞങ്ങൾക്കാണത് ഭഗവാൻ അവിടെ വെച്ചിരുന്നത്. അതുപോലെ ഞങ്ങൾ തൃശ്ശൂർ ദീദി വന്നപ്പോൾ പോയിട്ടുണ്ടായിരുന്നു. ദീദി അവിടെ ചെന്ന് നമ്മളെ കണ്ടു. പക്ഷെ കണ്ട ഉടനെ ദീദി ചോദിച്ചു, സുഖം തന്നെ അല്ലേ? ആ, പക്ഷേ വന്നിട്ട് ചോദിച്ചു, രേഖാജി വന്നില്ലല്ലേ? ഞാൻ പറഞ്ഞു ഇല്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മളെ നല്ല ഓർമ്മയുണ്ട് ദീദിക്ക്, എന്തോ നല്ല ഓർമ്മ. ഞാനും അമ്മയും പിന്നെ എൻ്റെ ആൻറ്റിയും എൻ്റെ ചന്തുമോനും ഞങ്ങൾ ഇത്ര പേരും കൂടിയാണ് അവിടെയും പോണത്. പക്ഷെ പിന്നെ അവിടെയും പോണത് ഞങ്ങൾ ദീദിയെ പോയി കാണുകയും അവിടെ ഇരുന്ന് പങ്കെടുക്കാനും ഉള്ള ഒരു അവസരം വീണ്ടും കിട്ടി. പിന്നെ അതിനുശേഷം ഞങ്ങൾക്ക് ദീദിയെ കാണാൻ പറ്റിയിട്ടില്ല. ഇനി ദീദി തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും തൃശ്ശൂർ വരെയുള്ള എവിടെയെങ്കിലും വന്നാൽ നമ്മൾ വരും, ഞങ്ങൾ കാണും, ഇനിയും കാണണം. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം. തിരുവനന്തപുരത്ത് വരണം എന്നാണ്. തിരുവനന്തപുരത്ത് ദീദി ഇനിയും വരണം. ഞങ്ങളെപ്പോലുള്ള ഒരുപാട് പേര് ദീദിയെ പ്രതീക്ഷിച്ചിരിക്കുന്നു. ഒരുപാട് പേര്. എൽസിക്ക് വേണ്ടി ചേച്ചിയുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതിന് ഒരുപാട് നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. ഒരുപാട് നന്ദിയും സന്തോഷവും ഉണ്ട്. അതുപോലെ തിരിച്ചും എൻ്റെ നന്ദി മഹാവതാർ ബാബാജിക്കും സുന്ദ ദീദിക്കും ഗുരുമണ്ഡലിക്കും
അതുപോലെ രേഖാജിക്കും ഒരുപാട് നന്ദി, എന്നെ ഇതിലോട്ട് കൊണ്ടുവന്നതിനും എൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ ഒരു അവസരം കൊണ്ട് തന്നതിനും ഒരുപാട് നന്ദി. ഗുരുവായൂരപ്പന് നന്ദി. ഹരേ കൃഷ്ണ. താങ്ക് യു.